ശ്രീ ഷാബു പ്രസാദ്, കോൺഗ്രസിന്റെ പ്രകടന പത്രിക താങ്കൾ മുഴുവനായിട്ട് വായിച്ചു എന്ന് എനിക്കറിയില്ല. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. ഈ പറയുന്ന ഇവിടെ ശ്രീ മോഹൻ വർഗീസാണ് അക്കാര്യം ആദ്യം ചൂണ്ടിക്കാണിച്ചത്. CAA കാര്യം ഈ പ്രകടന പത്രികയിൽ ഇല്ല എന്ന്. നിങ്ങളിപ്പോൾ വിമർശിക്കുന്നത് ഇത് വെറുതെ ഒരു കടലാസ് അടിച്ചിറക്കി എന്നുള്ള രീതിയിലാണ്. അധികാരത്തിൽ എത്താൻ ഒരു സാധ്യതയുമില്ല എന്നൊക്കെ പറഞ്ഞാണ് പരിഹസിക്കുന്നത്. അതുകൊണ്ട് അധികാരത്തിൽ എത്താൻ കഴിയാത്തവർക്ക് എന്തും അടിച്ചിറക്കാം എന്ന രീതിയിലുള്ള പരിഹാസം BJP ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇത് അങ്ങനെ വെറുമൊരു കടലാസ് കഷ്ടമാണോ എന്ന് തോന്നുന്നില്ല കേട്ടോ. ശ്രീ മോഹൻ വർഗീസ് ഇവിടെ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ ഗൃഹപാഠം ചെയ്ത് തന്നെ മാറ്റേണ്ടവ മാറ്റിയും തിരുത്തേണ്ടവ തിരുത്തിയും കൂട്ടിച്ചേർക്കേണ്ടവ കൂട്ടിച്ചേർത്തും തന്നെയാണ് ഇത്തരത്തിലൊരു പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രം കൂടി ഉൾപ്പെടും അതിനകത്ത്. തെരഞ്ഞെടുപ്പിൽ എന്തെല്ലാം തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം, ഇന്ത്യ സഖ്യവുമായിട്ട് ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോകേണ്ടത്, ഇതൊക്കെ ആലോചിച്ചുകൊണ്ടുള്ളതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഈ പ്രകടന പത്രിക. മഞ്ജുഷേ, ഈ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ നിന്നൊഴിഞ്ഞു നിന്നിട്ട് ഇപ്പൊ 10 വർഷമേ ആയിട്ടു. അതിനു മുമ്പ് 1999 മുതൽ 2004 വരെയും അവർ അധികാരത്തിന്റെ ഭാഗമായിരുന്നില്ല. ഇങ്ങനെ അതിനു മുമ്പ് ജനതാ ഗവൺമെന്റ് അധികാരത്തിലിരുന്ന ഒരു 2 വർഷവും അവർ അധികാരത്തിന്റെ ഭാഗമായിരുന്നില്ല. അങ്ങനെ 10, 5, 15, 2, 17 വർഷം രാജ്യത്തിന്റെ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടി. ഇതിപ്പോ 76ാമത്തെ വർഷത്തിൽ ആകെ 17 വർഷമാണ് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടുള്ളത്. അതായത് 60 വർഷം ഈ രാജ്യം ഭരിച്ച കക്ഷിയാണ് അവർ. ഈ 60 വർഷം രാജ്യം ഭരിച്ച ഈ പ്രസ്ഥാനത്തിന് അവർക്ക് ലഭിച്ച ഒരു രാജ്യത്തിന്റെ ചരിത്രത്തിൽ 60 വർഷം എന്ന് പറയുന്ന അത്ര ചെറുതൊന്നുമല്ല. ഈ 60 കൊല്ലം രാജ്യം ഭരിച്ച ആ പാർട്ടിക്ക് ഈ 60 കൊല്ലം കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ ആണ് അവർ ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നത്. അതായത് തൊഴിലില്ലായ്മ, പട്ടിണി, കുടുംബങ്ങളിലേക്ക് 1 ലക്ഷം രൂപ, പിന്നെ ജാതി സെൻസസ്, ഇതൊക്കെ ഇവർ അധികാരത്തിൽ ഇരുന്ന കാലത്ത് ഇവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളായി. അതുപോലെ EVM, ഇവർ ഈ UPA ഗവൺമെന്റ് 2 പ്രാവശ്യം അധികാരത്തിൽ വന്നത് EVM-ലൂടെ അല്ലേ? 2004-ലും 2001 മുതൽ ഈ രാജ്യത്ത് നടക്കുന്ന മുഴുവൻ തെരഞ്ഞെടുപ്പുകളും പൂർണ്ണമായും EVM-ലാണ്. കോൺഗ്രസ് ജയിച്ചതും തോറ്റതും എല്ലാം EVM-ൽ കൂടെയാണ്. BJP ജയിച്ചതും തോറ്റതും എല്ലാം EVM-ൽ കൂടെയാണ്. കഴിഞ്ഞ 10-23 വർഷമാണ്. ആ EVM-ൽ ഇവർ തന്നെ വിജയിച്ചു വന്ന ആ ഒരു EVM-ൽ ഇപ്പൊ അവർക്ക് അസ്പൃശ്യതയാണ്, അത് കള്ളത്തരമാണ്. ഇതൊക്കെ നമുക്ക് ഒരു സാധാരണ മനുഷ്യൻ വെറും കോമൺ സെൻസ് വെച്ച് മനസ്സിലാകാവുന്ന കാര്യമല്ല. എന്റെ ഒരു ഓർമ്മയില് പൂർണ്ണമായും EVM-ൽ നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2001-ലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പായി. അന്ന് വൻ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് ഇവിടെ വിജയിച്ചത്. ആദ്യമായി നടന്ന EVM ബേസിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2004-ല്. അന്നും ജയിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിൽ UPA. 2009-ലും ജയിച്ചത് UPA. ഇവർ തോറ്റു തുടങ്ങിയപ്പോൾ EVM ഇവർക്ക് പ്രശ്നം. അല്ല, EVM വേണ്ടെന്ന് വെക്കുമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ ശ്രീ ഷാബു പ്രസാദ്. EVM വേണ്ടെന്ന് വെക്കുവാൻ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടില്ല. അതിൽ പറയുന്നത് voting will be through the EVM, but the voter will be able to hold and deposit the machine-generated voting slip into the voter verifiable paper audit trail. അതായത് VVPAT ആണല്ലോ. The electronic vote tally will be matched against the VVPAT slip tally. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. മുഴുവൻ വെക്കില്ല, പക്ഷെ അതിൽ ഇപ്പോഴുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാലറ്റിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല, പറയുന്ന കേൾക്കൂ. ഇവർ അധികാരത്തിൽ ഇരുന്ന സമയത്ത് 2 വട്ടം ഇവർ ജയിച്ച സമയത്ത് ഇവിടെ VVPAT പോലും ഉണ്ടായിരുന്നില്ല. VVPAT എപ്പോഴാണ് വന്നത്? 3-4 വർഷമായിട്ടുള്ളൂ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയാണ് VVPAT എന്ന് പറയുന്ന ഏർപ്പാട് തന്നെ വന്നത്. അതിനു മുമ്പ് VVPAT-ഉം ഇല്ലായിരുന്നു. 2004-ലും 2009-ലും VVPAT ഉണ്ടായിരുന്നു. VVPAT പോലും ഇല്ലായിരുന്നു. നിങ്ങൾ വോട്ട് കഴിഞ്ഞാൽ പി എന്നൊരു ശബ്ദം കേൾക്കും, വോട്ടായി. അതല്ലാതെ നിങ്ങൾ ആ വോട്ട് ചെയ്തു എന്ന വോട്ടർക്ക് തെളിയിക്കാൻ പറ്റുന്ന ഒരു റെസിപ്റ്റ് കാണിക്കുന്ന ഏർപ്പാട് ഉണ്ടായിരുന്നില്ല. അതാണ് ഇവരിപ്പോൾ ഈ പറയുന്നത്. ഇനി പോട്ടെ, കാരണം ഇതിന്റെയൊക്കെ ആ ഒരു കാപട്യവും പൊള്ളത്തരവും ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. ആർക്കും മനസ്സിലാകും. ഈ 60 കൊല്ലം ഇവരെ കൊണ്ട് സാധിക്കാത്ത കാര്യം, ഇവർ ചെയ്യാത്ത കാര്യം, ഇവർക്ക് അവസരം ഉണ്ടായിട്ടും
ചെയ്തിട്ടില്ലാത്ത കാര്യം ഇവർ ഇപ്പോഴും ചെയ്യും. അത് ഞങ്ങൾ അത് തന്നെ ചെയ്യും, ഞങ്ങൾ അത് തന്നെ ചെയ്യുമെന്ന് പറയുന്നതിന്റെ അകത്ത് അർത്ഥശൂന്യത മനസ്സിലാക്കാൻ വലിയ ആനബുദ്ധം വേണ്ട. ഒരു സാധാരണക്കാരന്റെ ഒരു കോമൺ സെൻസ് മാത്രം മതി, അത് മാത്രം മതി. ഇവർ കാണിച്ചു കൂട്ടുന്ന ഇത് കണ്ടു കഴിഞ്ഞാൽ ഇന്നലെ കണ്ടു മല്ലികാർജുൻ ഖാർഗെ. സത്യത്തിൽ ഇവർക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. മല്ലികാർജുൻ ഖാർഗെ പറയുന്നത് കേട്ടില്ല, എന്താ ചൈന വന്ന് ഇവിടുത്തെ ഭൂമിയെല്ലാം പിടിച്ചെടുത്തുകൊണ്ട് പോയപ്പോ മോദി എന്താ ഓപ്പിയം കറുപ്പടിച്ച് മയങ്ങുകയാണ്. ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഇവരുടെ മാനസികാവസ്ഥ എത്ര ഭയാനകമായിരിക്കും ആലോചിച്ചു. ഇവർക്ക് അതായത് തോൽവിയും കൺമുമ്പിൽ ഇരുട്ട് മാത്രമുള്ള തോൽവി കൺമുമ്പിൽ കാണുമ്പോൾ, സർവനാശം കൺമുമ്പിൽ ഇതിന്റെ വക്കത്ത് നിൽക്കുമ്പോൾ മനുഷ്യർക്കുണ്ടാകുന്ന വിഭ്രാന്തിയും ഭ്രാന്തമായ ഒരവസ്ഥയും, ആ അവസ്ഥയിലൂടെയാണ് ഇന്ന് കോൺഗ്രസ് എന്ന പാർട്ടിയും അതിലെ പ്രവർത്തകരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭയാനകമായ അവസ്ഥയാണ്. കാര്യം അവർക്കറിയാം തോൽക്കുമെന്നുള്ള കാര്യം 100. അതുകൊണ്ട് തോൽക്കുമെന്ന് ഉറപ്പുകൊണ്ട് എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല. ഇന്നലെ CPM-ന്റെ കണ്ടില്ല, ഞങ്ങൾ PMLA ആക്ട് റദ്ദാക്കും, CAA റദ്ദാക്കും. ആകെ 35 സീറ്റിലാണ് അവർ ദേശീയ തലത്തിൽ മത്സരിക്കുന്നത്. അതിൽ കേരളത്തിലല്ലാതെ ബാക്കിയുള്ളടത്ത് കോൺഗ്രസ് കനിഞ്ഞു കൊടുക്കുന്ന എന്തെങ്കിലുമൊക്കെ വല്ല എല്ലും കഷ്ണം കിട്ടിയാലായി. അതാണ് അവരുടെ. ഇങ്ങനെ ഒരുതരം ലാഫിംഗ് സ്റ്റോക്കായി ഹാസ്യ മനുഷ്യന് ചിരിക്കാനുള്ള വകയായി മാറിയിരിക്കുകയാണ്. ശരിയാണ്. CPM-ന്റെ പ്രകടന പത്രികയിൽ ശരിയാണ്, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ അങ്ങനെ പൂർണ്ണമായിട്ട് താങ്കൾ തള്ളി പറയരുത്. കാരണം അതിൽ കുറേയേറെ കാര്യങ്ങളുണ്ട്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതിലെ നെഗറ്റീവ് പോയിന്റ്സ് മാത്രമാണ് എന്നേ ഉള്ളൂ. പോസിറ്റീവ് പോയിന്റ്സ് ഒരുപാടുണ്ട്. അതാണല്ലോ ഈ 5 ന്യായ ഗ്യാരണ്ടികൾ എന്ന് പറയുന്നത്. ശ്രീ